പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. We are discussing the focus area for the academic year 2020-21 and we are discussing plus 2 business studies. Today we are starting our 8th chapter controlling. ഇന്ന് plus 2 business studiesലെ ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള നിങ്ങളുടെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൺട്രോളിംഗ് ആണ് നമ്മൾ ആരംഭിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന ഈ വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ അവർ ചാപ്റ്റർ. Today we are starting our 8th chapter controlling and one more thing we are discussing only the focus area. ഈ പാഠത്തിൽ ഫോക്കസ് ഏരിയ ആയിട്ട് വരുന്ന കാര്യങ്ങൾ സ്റ്റെപ്സ് ഇൻ കൺട്രോളിംഗ്, കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരു ടേം, സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി ഓർഗനൈസിങ് എന്ന പാഠത്തിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പക്ഷെ അതുകൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സ്പാൻ ഓഫ് കൺട്രോൾ. കൂടാതെ ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ? അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. വി ആർ സ്റ്റാർട്ടിംഗ് അവർ 8th ചാപ്റ്റർ കൺട്രോളിംഗ്. മാനേജറിയൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് വിത്ത് പ്ലാനിംഗ് ആൻഡ് എൻഡ് വിത്ത് കൺട്രോളിംഗ്. നിങ്ങൾക്കറിയാം, വി ആർ ഡിസ്കസിങ് ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. വാട്ട് ആർ ദ 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്? ദ ഫസ്റ്റ് വൺ ഈസ് പ്ലാനിംഗ്, second one organizing, third one staffing, fourth one directing and the fifth one is controlling. ഈ 5 പാഠങ്ങളാണ്, ഈ 5 ഫങ്ഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദ മാനേജ്മെൻറ്റ് ഫങ്ഷൻ സ്റ്റാർട്ട് വിത്ത് പ്ലാനിങ് ആൻഡ് എൻഡ് വിത്ത് കൺട്രോളിങ്. മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ പ്ലാനിങ് എന്ന് പറയുന്ന ഫങ്ഷൻ തൊട്ട് ആരംഭിക്കുകയും കൺട്രോളിങ് വെച്ച് അവസാനിക്കുകയും ചെയ്യുന്നു. ഇറ്റ് സ്റ്റാർട്ട് വിത്ത് പ്ലാനിങ് ആൻഡ് എൻഡ് വിത്ത് കൺട്രോളിങ്. കൺട്രോളിംഗ് നെവർ മീൻസ് കൺട്രോളിംഗ് ദ വർക്കേഴ്സ്. നമ്മൾ ക്ലാസ്സിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ദ ടേം കൺട്രോളിംഗ്, ദ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ കൺട്രോളിംഗ് നെവർ മീൻസ് ദ പ്രോസസ് ഓഫ് കൺട്രോളിംഗ് ദ വർക്കേഴ്സ്. ദ പ്രോസസ് ഓഫ് കൺട്രോളിംഗ് ദ വർക്കേഴ്സ് ബിലോങ്സ് ടു ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ. ജോലിക്കാരെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഡയറക്റ്റിങ്ങിൻ്റെ ഭാഗമാണ്. കാരണം അവിടെയാണ് നമ്മൾ പഠിച്ച സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് എന്നൊക്കെ പഠിച്ചു ഇല്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ, കഴിഞ്ഞ ചാപ്റ്ററിലെ കാര്യം. അപ്പോൾ ഈ സൂപ്പർവിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിനെ, വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ആ നോർമലായിട്ടുള്ള കൺട്രോളിങ്ങിൻ്റെ മീനിങ് നമുക്കൊരിക്കലും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വി കാൻറ്റ് അപ്ലൈ ദ നോർമൽ മീനിങ് ഓഫ് കൺട്രോളിങ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ബിക്കോസ് ദിസ് ഈസ് എ സെപ്പറേറ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കുട്ടികളെ. കൺട്രോളിങ് function of management never means controlling the workers. Controlling is the process through which management ensures that the actual performance conforms to the planned performance. Controlling is the process through which the management ensures that the actual performance conforms to the planned performance. എന്താണ്? കൺട്രോളിംഗ് ഈസ് എ പ്രോസസ്. കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ത്രൂ വിച്ച്, അതിൽ കൂടി അല്ലെങ്കിൽ അതിൻ്റെ സഹായത്തോടു കൂടി, വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൺട്രോളിംഗ് ദ മാനേജ്മെൻറ്റ് എൻഷുവേഴ്സ്, മാനേജ്മെൻറ്റ് ഉറപ്പാക്കുന്നു ദാറ്റ് എന്ത്, ദ ആക്ച്വൽ പെർഫോമൻസ്, ഒരു കമ്പനിയുടെ യഥാർത്ഥ പെർഫോമൻസ്, ഒരു കമ്പനിയിൽ നടന്ന ആക്ച്വൽ ആയിട്ടുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ, റിയൽ ഇൻസിഡൻസ്, റിയൽ ആക്ടിവിറ്റീസ്, ആക്ച്വൽ പെർഫോമൻസ് കൺഫേംസ് വെദർ ഇറ്റ് മാച്ചസ് വിത്ത്, വെദർ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ പ്ലാൻഡ് പെർഫോമൻസ്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ, നമുക്കൊരു പ്ലാൻ ഉണ്ട്, അതാണ് പ്ലാനിങ് ഫംഗ്ഷൻ. നമ്മൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്ത പോലെ തന്നെ അല്ലെങ്കിൽ അതേപോലെ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് ഉണ്ടോ? ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റിയോ? വെദർ വി അക്കംപ്ലിഷ്ഡ് അവർ ടാർഗറ്റ്, അവർ എക്സ്പെക്റ്റേഷൻസ്. നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് തീരുമാനിച്ച കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയോ എന്ന് പരിശോധിക്കുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് കൺട്രോളിംഗ്. എന്താണ് കൺട്രോളിംഗ്? is a process through which
The management ensures that whether the actual performance conforms to the planned performance. It is the evaluation and correction of the performance of subordinates. It is the evaluation and correction of the performance of subordinates. ഇതെന്താണ്? സബോർഡിനേറ്റ്സിൻ്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുകയും കൂടാതെ അവരുടെ പെർഫോമൻസിനെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഒരു കമ്പനിയിലെ വർക്കേഴ്സിൻ്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് വർക്കേഴ്സ് ആൻഡ് ഓൾസോ കറക്റ്റിംഗ് ദ പെർഫോമൻസ്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു കമ്പനിയിലെ ജോലിക്കാരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കൺട്രോളിംഗ് എന്ന്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ, മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ സ്റ്റാർട്ട് വിത്ത് പ്ലാനിങ്, മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ സ്റ്റാർട്ട് വിത്ത് പ്ലാനിങ് ആൻഡ് എൻഡ് വിത്ത് കൺട്രോളിങ്, ആൻഡ് എൻഡ് വിത്ത് കൺട്രോളിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുക. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ദ activities is known as planning, and controlling means checking whether we accomplished our target. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർജറ്റ് ഫിക്സ് ചെയ്യുക. കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർജറ്റ് അക്കംപ്ലിഷ് ചെയ്തോ എന്ന് പരിശോധിക്കുക. ഇതാണ് കൺട്രോളിങ്ങിൻ്റെ മീനിങ്. ഇറ്റ് ഡിസ്കവേഴ്സ് ഡീവിയേഷൻ ഫ്രം ദ റിസൾട്ട്സ് എക്സ്പെക്റ്റഡ്. ഇറ്റ് ഡിസ്കവേഴ്സ് ഡീവിയേഷൻ ഫ്രം ദ റിസൾട്ട്സ് എക്സ്പെക്റ്റഡ്. നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ടിൽ നിന്നും എത്ര ഡീവിയേഷൻ ആണ് അല്ലെങ്കിൽ എത്ര ചേഞ്ച് ആണ് ആക്ച്വൽ പെർഫോമൻസിന് ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കുന്നു. ഇറ്റ് ഓൾസോ ഐഡൻറ്റിഫൈസ് ദ റീസൺ ഫോർ ഡീവിയേഷൻ ആൻഡ് സജസ്റ്റ് സ്യൂട്ടബിൾ ആക്ഷൻ ടു കറക്റ്റ് ഇറ്റ്. ഇറ്റ് ഓൾസോ ഐഡൻറ്റിഫൈ ദ റീസൺ ഫോർ ഡീവിയേഷൻ. നമ്മൾ വിചാരിച്ചതുപോലെ നമ്മുടെ ടാർജറ്റ് നേടിയെടുക്കാത്തതിൻ്റെ റീസൺ എന്താണ് എന്നുകൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഇറ്റ് ഓൾസോ ഐഡൻറ്റിഫൈസ് ദ റീസൺ ഫോർ ഡീവിയേഷൻ ആൻഡ് സജസ്റ്റ് സ്യൂട്ടബിൾ ആക്ഷൻ ടു കറക്റ്റ് ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, എങ്ങനെ നമുക്കത് കറക്റ്റ് ചെയ്യാം എന്നുകൂടെ നമ്മളെ പറഞ്ഞു തരുന്നു. നമുക്ക് എക്സാമ്പിളൊക്കെ വെച്ച് പറയുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലിയർ ആവും. പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ഇൻസെപ്പറബിൾ ട്വിൻസ് ഓഫ് മാനേജ്മെന്റ്. ഈ ചിത്രം നോക്കിയേ. പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ഇൻസെപ്പറബിൾ ട്വിൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിലെ ഇരട്ടകൾ, ട്വിൻസ് എന്നറിയപ്പെടുന്നത്, നമുക്ക് ഇൻസെപ്പറബിൾ, പരസ്പരം മാറ്റാൻ പറ്റാത്ത, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ട്വിൻസ് എന്നറിയപ്പെടുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണ്? പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. വൺ വേർഡ് ചോദിച്ചേക്കാം. പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ഇൻസെപ്പറബിൾ ട്വിൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിലെ ഇൻസെപ്പറബിൾ ട്വിൻസ് എന്നറിയപ്പെടുന്നത് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആണ്. കറക്റ്റ് മനസ്സിലാക്കുക. വൺസ് എ പ്ലാൻ ബിക്കംസ് ഓപ്പറേഷണൽ, കൺട്രോളിങ് ഈസ് നെസസറി ടു മോണിറ്റർ ദ പ്രോഗ്രസ്. വൺസ് എ പ്ലാൻ ബിക്കംസ് ഓപ്പറേഷണൽ, ഒരു തവണ ഒരു പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്താൽ, ഓപ്പറേഷണൽ മീൻസ് when we implement a plan, controlling is necessary to monitor the progress. Controlling ആ പ്ലാനിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ, വിത്തൗട്ട് കൺട്രോളിങ് വി കാൺട്ട് എൻഷുർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് അവർ പ്ലാൻസ്. കൺട്രോളിംഗ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും നമ്മുടെ പ്ലാൻ നേടിയെടുക്കാൻ പറ്റില്ല. വിത്തൗട്ട് കൺട്രോളിംഗ് വി കാൺട്ട് അക്കംപ്ലിഷ് അവർ പ്ലാൻസ് ആൻഡ് ദ പ്ലാനിങ് ആക്ടിവിറ്റി, ദ പ്ലാനിങ് ഫംഗ്ഷൻ വിൽ ബി യൂസ്ലെസ് അൺലെസ് ദർ ഈസ് ആൻ ഇഫക്റ്റീവ് മെത്തഡ് ഓഫ് കൺട്രോളിംഗ്. അതുപോലെ തന്നെ കൺട്രോളിംഗ് ഇല്ലാതെ പ്ലാനിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റീനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ രണ്ട് ഫങ്ഷൻസിനെയും ഇൻസെപ്പറബിൾ ട്വിൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം പ്ലാനിങ് ഇല്ലാതെ കൺട്രോളിംഗ് ഇല്ല, കൺട്രോളിംഗ് ഇല്ലാതെ പ്ലാൻ നേടിയെടുക്കാൻ പറ്റില്ല. വിത്തൗട്ട് പ്ലാനിങ് ദർ ഈസ് നോ കൺട്രോളിംഗ് ആൻഡ് വിത്തൗട്ട് കൺട്രോളിംഗ് വി കാൺട്ട് അക്കംപ്ലിഷ് അവർ പ്ലാൻസ്. സോ പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് ആർ നോൺ ആസ് ഇൻസെപ്പറബിൾ ട്വിൻസ് ഓഫ് മാനേജ്മെന്റ്. ക്ലിയർ ആയില്ലേ മക്കളെ? നെക്സ്റ്റ് നമുക്ക് നമ്മുടെ അടുത്ത കാര്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക്, കൺട്രോളിംഗ് പ്രോസസ് ഓർ സ്റ്റെപ്സ് ഇൻ കൺട്രോളിംഗ്. കൺട്രോളിംഗ് എന്ന് പറയുന്ന
ഫംഗ്ഷനിലെ സ്റ്റെപ്പുകളാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പറയുന്നില്ല. മനസ്സിലായിട്ടില്ല എങ്കിൽ ആദ്യത്തെ പാർട്ട് 2 or 3 തവണ റിപ്പീറ്റ് ചെയ്ത് കാണുക. ക്ലിയർ? നെക്സ്റ്റ് ടോപ്പിക്, അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്റ്റെപ്സ് ഇൻ കൺട്രോളിംഗ് ഓർ കൺട്രോളിംഗ് പ്രോസസ്. കൺട്രോളിംഗ് ഈസ് നോട്ട് എ വൺ സ്റ്റെപ്പ് ആക്ഷൻ. കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഒരു വൺ സ്റ്റെപ്പ് ആക്ഷൻ അല്ല. ഇറ്റ് ഇൻവോൾവ്സ് സം സ്റ്റെപ്സ്. ഇതിനകത്ത് ചില സ്റ്റെപ്പുകൾ അടങ്ങിയിരിക്കുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് സം സ്റ്റെപ്സ്. ഫോളോയിങ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ കൺട്രോളിംഗ്. ബൈ ഹാർട്ട് ചെയ്തോ 5 സ്റ്റെപ്പുകളാണ് കൺട്രോളിങ്ങിനുള്ളത്. കൺട്രോളിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എത്ര സ്റ്റെപ്പുകളാണുള്ളത്? 5 സ്റ്റെപ്പുകളാണുള്ളത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് establishing standard performance. Establishing standard performance. The second step is measurement of actual performance. The second step is measurement of actual performance. The third step is comparing actual with the standard. Comparing actual with the standard. Comparison of actual with the standard. And the fourth one is analyzing deviation. Analyzing deviation കണ്ടുപിടിക്കുക. And the fifth one is taking corrective action. Taking corrective action. 5 സ്റ്റെപ്പുകൾ ബൈ ഹാർട്ട് ചെയ്തോ. ഏതൊക്കെയാണ്? The first one, establishing standard performance. Second one, measurement of actual performance. Third one, comparison of actual with the standard. Fourth one, analyzing deviation. Fifth one, taking corrective action. അപ്പോൾ 5 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്, മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ, കമ്പാരിസൺ, അനലൈസിങ് ഡീവിയേഷൻ, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി നമുക്ക് ഈ സ്റ്റെപ്പുകൾ 1 by 1 ആയിട്ട് പഠിക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഈ സ്റ്റെപ്പ് വെച്ചിട്ട്, അതായത് 5 സ്റ്റെപ്പുകൾ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഈ എക്സാമ്പിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ 5 സ്റ്റെപ്പുകൾ നമുക്ക് പഠിക്കാം. നോക്കുക, നമ്മളൊരു കമ്പനിയാണ്. എന്താണ് കമ്പനിയുടെ പേര്? ABC കമ്പനി. നമ്മൾ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു. അതായത് ജനുവരി 2021 2 lakh പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നൊരു പ്ലാൻ. ഇപ്പോൾ കൺട്രോളിങ്ങിലെ സ്റ്റെപ്പുകളാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. അതായത് നമ്മൾ ഒരു ടാർജറ്റ് ഫിക്സ് ചെയ്യുക. അതാണ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ഫിക്സ് ചെയ്ത ടാർജറ്റ് എന്താ? ഇൻ ദിസ് എക്സാമ്പിൾ അവർ ടാർജറ്റ് ഈസ് ഏണിംഗ് 2 lakh പ്രോഫിറ്റ് ഇൻ ജനുവരി 2021. 2021 ജനുവരി മാസത്തിൽ 2 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നൊരു ടാർഗറ്റ്. ക്ലിയർ? സെക്കൻഡ് സ്റ്റെപ്പ് നോക്കുക, മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ജനുവരി 31 ജനുവരി 31 നമ്മുടെ പ്രോഫിറ്റ് ചെക്ക് ചെയ്യുക. നമ്മൾ എന്ത്, അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വൽ ആയിട്ട് നമ്മൾ എന്ത് ഏൺ ചെയ്തു എന്ന് പരിശോധിക്കുക. ചെക്ക് ചെയ്ത സമയത്ത് അത് 1.5 lakh ആണ്. 1.5 ലക്ഷം രൂപയാണ് നമ്മൾക്ക് കിട്ടിയ പ്രോഫിറ്റ്. എത്രയാണ് നമുക്ക് ഏൺ ചെയ്ത പ്രോഫിറ്റ്? 1.5 ലക്ഷം. നമ്മുടെ ടാർജറ്റ് 2 ലക്ഷമായിരുന്നു. നമ്മൾ ഏൺ ചെയ്തത് 1.5 ലക്ഷമാണ്. 1.5 lakh നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ്. മൂന്നാമതായിട്ട് കമ്പയർ ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എന്താ? കമ്പയർ 1 and 2. കമ്പയർ 1 and 2. കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. നമ്മുടെ സ്റ്റാൻഡേർഡും ആക്ച്വലും കമ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുന്നത് കമ്പയർ 2 lakh and 1.5 lakh. 2 lakh നമ്മുടെ ടാർജറ്റ്, 1.5 lakh നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ്. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്, കമ്പയർ 2 lakh and 1.5 lakh. ഫോർത്ത് വൺ നോക്കിക്കോ, അനലൈസിങ് ഡീവിയേഷൻ ആൻഡ് ഇറ്റ്സ് കോസസ്. നാലാമത്തെ സ്റ്റെപ്പ് എന്താ? ഈ ഡീവിയേഷൻ കണ്ടുപിടിക്കുക, കൂടാതെ അതിൻ്റെ കാരണങ്ങൾ കൂടെ കണ്ടുപിടിക്കുക. അനലൈസിങ് ഡീവിയേഷൻ ആൻഡ് ഇറ്റ്സ് കോസസ്. ഇവിടെ ഡീവിയേഷൻ എത്രയാ? 2 lakh ടാർജറ്റ്, 1.5 lakh ആക്ച്വൽ പെർഫോമൻസ്. 2 lakh മൈനസ് 1.5 lakh, ദാറ്റ് ഈസ് 50,000 ഈസ് ദ ഡീവിയേഷൻ. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഈ ഒരു എക്സാമ്പിളിൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അതിൻ്റെ റീസൺ, ഡീവിയേഷൻ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, റീസൺ കൂടെ കണ്ടുപിടിക്കുക. റീസൺ എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് മെഷീനാണ്. നമ്മുടെ മെഷീൻ പഴയ മെഷീനാണ്. റീസൺ കണ്ടുപിടിച്ചു. 50,000 ഷോർട്ടേജ് വരാനുള്ള കാരണം പഴയ മെഷീനാണ്. അപ്പോൾ അഞ്ചാമത്തത് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. അതിന് ആ ഒരു ഡീവിയേഷൻ ഫ്യൂച്ചറിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റീവ് ആക്ഷൻ എടുക്കുക. അതായത് ബൈ എ ന്യൂ മെഷീൻ, ഒരു പുതിയ മെഷീൻ വാങ്ങിക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഫെബ്രുവരി മാസത്തിൽ അഗെയിൻ ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. ഇതേ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 2 lakh ടാർഗറ്റ് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നർത്ഥം.
അപ്പോൾ കമ്പനിയുടെ കൺട്രോളിങ് പ്രോസസ്സ് ഓക്കെ ആണെന്ന് അർത്ഥം. ഇതാണ് ഒരു എക്സാമ്പിൾ. ഇത് ഞാൻ ഓരോ സ്റ്റെപ്പിൻ്റെ സമയത്തും എക്സാമ്പിൾ പറയുന്നതിന് മുമ്പേ ആദ്യം തന്നെ എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോ സ്റ്റെപ്പുകളും പഠിക്കാം. അതിനു മുമ്പായിട്ട് ഈ ഡയഗ്രാം ഒന്ന് പഠിക്കണേ. പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിത്രമൊക്കെ ഒന്ന് കൃത്യമായിട്ട് വരച്ചു വെക്കുക. ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഡയഗ്രമാണ്. എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്, മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക. കമ്പാരിസൺ, ആക്ച്വലും സ്റ്റാൻഡേർഡും കമ്പയർ ചെയ്യുക. ഇഫ് ആക്ച്വൽ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ്, നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ 2 ലക്ഷം ടാർജറ്റും 2 ലക്ഷം ആക്ച്വൽ പെർഫോമൻസും ആണെങ്കിൽ എന്താണ്? ടാർജറ്റ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ. ഇഫ് സ്റ്റാൻഡേർഡ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ ദർ ഈസ് നോ നീഡ് ഓഫ് എനി കറക്റ്റീവ് ആക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 2 ലക്ഷം നമ്മൾ ടാർജറ്റ് വെച്ചു, 2 ലക്ഷം കിട്ടി. 2 ലക്ഷം തന്നെയാണ് നമ്മുടെ റിയൽ പ്രോഫിറ്റ്. ആ ഒരു കേസിൽ നമ്മൾ പുതിയ മെഷീൻ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? നോ നീഡ് ടു പർച്ചേസ് ന്യൂ മെഷീൻ ബിക്കോസ് വി ആർ അച്ചീവിംഗ് അവർ ടാർജറ്റ്. In such a case, no action is needed. But if it is no, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എന്താണ്? നോ ആണ് ആൻസർ. നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡിന് ഈക്വൽ അല്ല. ഇഫ് ആക്ച്വൽ പെർഫോമൻസ് ഇസ് നോട്ട് ഈക്വൽസ് ടു സ്റ്റാൻഡേർഡ് പെർഫോമൻസ്, ടേക്ക് കറക്റ്റീവ് ആക്ഷൻ. എന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ പുതിയ മെഷീൻ വാങ്ങിച്ചു, എന്നിട്ട് ഫെബ്രുവരി മാസത്തിൽ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഫെബ്രുവരി മാസത്തിലേക്ക് പോകുന്നു, ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു, അത് കമ്പയർ ചെയ്യുന്നു. ഈ ഫെസ് ആണെങ്കിൽ എപ്പോഴാണോ 2 ലക്ഷം ആവുന്നത് ആ സമയത്ത് നമുക്ക് നോ ആക്ഷൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവാം. ഇതാ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഈ പിക്ചർ കൂടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കുട്ടികളെ. The first one is establishing standard performance. Establishing standard performance, setting performance standard. The first step in the controlling process is setting up of performance standard. The first step in controlling process is setting up of performance standard. Standards are the criteria against which actual performance can be measured. Standards are the criteria against which actual performance can be measured. Example, standard set in terms of the cost to be incurred, revenue to be earned, etc. The first step in controlling process is establishing standard performance or setting standard performance or performance standard. കൺട്രോളിങ്ങിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് സെറ്റ് ചെയ്യുക എന്നതാണ്. സ്റ്റാൻഡേർഡ് ആർ ദ ക്രൈറ്റീരിയ അഗെയിൻസ്റ്റ് വിച്ച് ആക്ച്വൽ പെർഫോമൻസ് ക്യാൻ ബി മെഷേർഡ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ക്രൈറ്റീരിയയാണ്, നമ്മൾ മുൻകൂട്ടി സെറ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയയാണ്, അതായത് നമ്മുടെ പ്ലാനാണ്. എഗെയിൻസ്റ്റ് വിച്ച്, അത് ഉപയോഗിച്ചുകൊണ്ട്, എഗെയിൻസ്റ്റ് വിച്ച്, by using that criteria we can measure actual performance, against which actual performance can be measured. അപ്പോൾ ഒരു കമ്പനിയിലെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിയിലെ മാനേജ്മെൻറ്റ് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുന്ന ക്രൈറ്റീരിയയെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. ഇപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പരീക്ഷ വെച്ച് കഴിഞ്ഞാൽ 50 ഔട്ട് ഓഫ് 50 ആണ് എക്സാം എന്ന് വിചാരിക്കുക. 50 മാർക്കിലാണ് പരീക്ഷ ടീച്ചർ വെച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 50 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡാണ്. അതായത് ഇത്ര നന്നായിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് 50 മാർക്ക് സ്കോർ ചെയ്യാം. എന്നിട്ട് ആ 50 വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. 50 മാർക്കിൽ 45 കിട്ടിക്കഴിഞ്ഞാൽ നല്ല കുട്ടിയാണ്, 10 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കാത്ത കുട്ടിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ കുട്ടിയുടെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ 50 എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഒരു ക്ലാസ് എക്സാമിൽ. അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ഒരു പരീക്ഷ വെക്കുന്നത് പോലെ തന്നെ അവിടെ ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് കൊടുക്കുന്നു. ഇവിടെ എന്താണ്, കമ്പനിയുടെ വർക്കേഴ്സിൻ്റെയും അല്ലെങ്കിൽ കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയിലെ മാനേജ്മെൻറ്റ് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയയെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എന്ന്. എക്സാമ്പിൾ, കോസ്റ്റ് ടു ബി ഇൻകേർഡ്. ഒരു ഫാക്ടറിക്കകത്ത് വരാൻ സാധ്യതയുള്ള കോസ്റ്റ് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുക. ഇത്ര കോസ്റ്റ് വരാം എന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. റവന്യൂ ടു ബി ഏൺഡ്, നമുക്ക് ഇത്ര ലാഭം നേടാം. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ആ എക്സാമ്പിൾ വെച്ചിരിക്കുന്നത് ഈ രണ്ടാമത്തേത് വെച്ചിട്ടാണ്. റവന്യൂ ടു ബി ഏൺഡ് ആണ്, നമുക്ക് ഒരു മാസം ഇത്ര ലാഭം ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു ടാർഗറ്റ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. Second step, measurement of actual performance. Once performance standards are set,
The next step is measurement of actual performance. Once standard performance are set, ഒരു തവണ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ the next step is measurement of actual performance. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക എന്നതാണ്. There are several techniques for measurement of performance. ഇങ്ങനെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്കുകൾ കമ്പനികളിലുണ്ട്. എക്സാമ്പിൾസ് പേഴ്സണൽ ഒബ്സർവേഷൻ, ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യുക, പെർഫോമൻസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ എന്താണ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇറ്റ് ഇസ് വെരി ഈസി ടു ലേൺ ദി സ്റ്റെപ്സ്. അതർവൈസ് യു ഫീൽ ഡിഫിക്കൽട്ട് ടു ലേൺ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. സോ understand the example carefully. After that, try to learn the steps. The second step is measurement of actual performance. Once performance standards are set, the next step is measurement of actual performance. There are several techniques for measurement of performance, like personal observation, performance preparation of performance report, etc. Clear? The third one is comparing actual with the standard, comparing actual with the standard, comparing 1 and 2, comparing A and B. The third step in controlling process is the comparison of actual performance with the standard. The third step in controlling process is comparison of actual performance with the standard. It reveals the deviation from the standard. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും കമ്പയർ ചെയ്യുക എന്നതാണ്. ഇങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് റിവീൽ ദ ഡീവിയേഷൻ ഫ്രം സ്റ്റാൻഡേർഡ്. നമുക്ക് സ്റ്റാൻഡേർഡിൽ നിന്നുള്ള ഡീവിയേഷൻ കണ്ടുപിടിക്കാം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്, കമ്പാരിസൺ. The fourth one is analyzing deviation and its causes. Analyzing deviation and its causes. ഡീവിയേഷൻ കണ്ടുപിടിക്കുക, അതിൻ്റെ കാരണങ്ങൾ കൂടെ കണ്ടുപിടിക്കുക. എത്രയാണ് ഡീവിയേഷൻ? നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ when we compare 2 lakh with 1.5 lakh, we will get the deviation 50,000. And in the previous example, we also find out the reason. What is the reason in the example? Because the reason is outdated machine. നമ്മുടെ കമ്പനിയിലുള്ളത് പഴയ മെഷീൻ ആയതുകൊണ്ടാണ് നമുക്ക് 2 ലക്ഷം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്, അനലൈസിങ് ഡീവിയേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റീസൺ. The deviation from the standard are assessed and analyzed. The deviation from the standards are assessed and analyzed to identify the causes of deviation. എന്തിനു വേണ്ടിയിട്ട്? ഡീവിയേഷന്റെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. മാനേജേഴ്സ് ക്യാൻ റിലേ ഓൺ ദ ഫോളോയിങ് മെത്തേഡ്സ് ഇൻ ദിസ് റിഗാർഡ്. ഇനി നോക്കേണ്ട കാര്യം, ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് ഏത് സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത്, വെൻ the manager analyzed the deviation and when he tried to find out the deviation, they can depend on 2 techniques. അവർക്ക് മാനേജർമാർക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് 2 ടെക്നിക്കുകളെ ഡിപ്പെൻഡ് ചെയ്യാം. The first one is A, critical point control. ഒന്നാമത്തെ ടെക്നിക്ക് ഏതാണ്? ഈ 4ാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് when a manager perform the 4th step in controlling, they can depend for 2 techniques. The first one is critical point control and the second one is management by exception or control by exception. ഈ കൺട്രോൾ ബൈ എക്സെപ്ഷൻ ഫോക്കസ് ഏരിയയിൽ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പം പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഈ കൺട്രോൾ ബൈ എക്സെപ്ഷൻ ഒക്കെ. ക്ലിയർ? അപ്പം 2 ടെക്നിക്കുകളാണ് ഈ ഒരു സാഹചര്യത്തിൽ മാനേജേഴ്സ് ഉപയോഗിക്കേണ്ടത്. ഏതൊക്കെയാണ്? ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോളും ഉപയോഗിക്കണം, മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് കൺട്രോൾ ബൈ എക്സെപ്ഷനും യൂസ് ചെയ്യണം. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, ആദ്യത്തെ ടെക്നിക്ക് ഇതാണ്. ആ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്ന സമയത്തുള്ള ആദ്യത്തെ ടെക്നിക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ. ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ ബ്രാക്കറ്റിനകത്ത് CPC എന്ന് കാണാം. ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ CPC. എന്താ അതിന്റെ മീനിങ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് controlling function should focus on key result areas. എന്താണ് പറയുന്നത്? This technique states that controlling function should focus on key result area which are critical to the success of an organization.
ഇതെന്താ പറയുന്നത്? ഈ ടെക്നിക്ക് പറയുന്നത് എന്താ? ദിസ് ടെക്നിക് സ്റ്റേറ്റ്സ് ദാറ്റ് കൺട്രോളിംഗ് ഫംഗ്ഷൻ ഷുഡ് ഫോക്കസ് ഓൺ കീ റിസൾട്ട് ഏരിയ. കീ റിസൾട്ട് ഏരിയ മീൻസ് ഇമ്പോർട്ടന്റ് ഏരിയ. കീ റിസൾട്ട് ഏരിയ മീൻസ് important area. The technique critical point control states that the controlling function should always focus on key result areas which are critical to the success of a company. ഇത്രയുള്ളൂ മക്കളെ. കൺട്രോളിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നിർബന്ധമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അല്ലാതെ ഒരു പ്രാധാന്യമില്ലാത്ത ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനികളിൽ ചില കാര്യങ്ങൾ ഒരു കാര്യമില്ലാത്ത മൈന്യൂട്ട് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം കൺട്രോളിംഗ് ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ. എക്സാമ്പിൾ നോക്കുക. 5% increase in labor cost is a serious matter than 20% increase in postal charge. എന്താണ് എക്സാമ്പിൾ പറയുന്നത്? 5% ഇൻക്രീസ് ഇൻ ലേബർ കോസ്റ്റ്, അതായത് തൊഴിലാളികളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ 5% ഇൻക്രീസ് എന്ന് പറയുന്നത് പോസ്റ്റൽ ചാർജ് 20% വർദ്ധിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ 20% ഒരു കമ്പനിയിൽ ഒരു മാസം 20% പോസ്റ്റൽ ചാർജ് വർദ്ധിച്ചു എന്ന് വിചാരിച്ചു. പോസ്റ്റൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപയായിരുന്നു ഡിസംബറിലെ പോസ്റ്റൽ ചാർജ്. 100 രൂപയായിരുന്നു ഡിസംബറിലെ പോസ്റ്റൽ ചാർജ്. അതിന്റെ 20%, അതായത് 110 രൂപയായി ജനുവരിയിൽ 10 രൂപ ഇൻക്രീസ് ചെയ്തു. അതൊന്നും വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്നുമില്ല, അത് ഇഗ്നോർ ചെയ്യണം. പക്ഷേ 5% ലേബർ കോസ്റ്റ് വർദ്ധിച്ചു എന്ന് വിചാരിച്ചോ, അതായത് ഓവറോൾ വേജസ്, ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേജസ്. നമ്മൾ ഡിസംബർ മാസത്തിൽ കൊടുത്ത വേജസ് 2 ലക്ഷം രൂപയായിരുന്നു. അതിന്റെ 5% ജനുവരിയിൽ വർദ്ധിച്ചു. അപ്പൊ 2 ലക്ഷത്തിന്റെ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപയായി. അപ്പൊ അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ഈ ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അപ്രസക്തമായ കാര്യങ്ങൾ, ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുക എന്ന ടെക്നിക്കാണ് ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ. ഇനി ബി നോക്കിക്കോ. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ ഓർ കൺട്രോൾ ബൈ എക്സെപ്ഷൻ. ബി എന്താ പറയുന്നത്? മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ ഓർ കൺട്രോൾ ബൈ എക്സെപ്ഷൻ. അത് പറയുന്നതിന് മുമ്പേ നേരത്തെ എക്സാമ്പിളിന്റെ മറ്റൊരു എക്സാമ്പിൾ നോക്കുക. അതന്നെ ഒന്നുകൂടി ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു 2 ലക്ഷം പ്രോഫിറ്റ്. നേരത്തെ എക്സാമ്പിൾ തന്നെ ഞാനൊന്ന് മാറ്റി എന്നേ ഉള്ളൂ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 2 ലക്ഷം പ്രോഫിറ്റ് ജനുവരി 2021 ഏൺ ചെയ്യുക എന്ന ടാർഗറ്റ്. ക്ലിയർ. മെഷർമെന്റ് ജനുവരി 31 ചെക്ക് ചെയ്തു. നമ്മുടെ പ്രോഫിറ്റ് 1,99,000. 2 ലക്ഷം ടാർഗറ്റ് 1,99,000 നമ്മൾക്ക് ഏൺ ചെയ്തു. കമ്പയർ 2 lakh and 1.99 lakh. 2 ലക്ഷവും 1,99,000 കമ്പയർ ചെയ്തു. ഡീവിയേഷൻ 1000 രൂപയാണ്. ഡീവിയേഷൻ 1000 രൂപയാണ്. ഈ 1000 രൂപ ഡീവിയേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ പുതിയ മെഷീൻ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതെന്ത് ചെയ്യാൻ? ആ 1000 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഗ്നോർ ചെയ്യാം. ആ 1000 എന്ന് പറഞ്ഞത് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ആ ഒരു കേസിൽ ഇനി നോ കറക്റ്റീവ് ആക്ഷൻ ഇസ് നീഡഡ്. ഈ ഒരു കേസിൽ കറക്റ്റീവ് ആക്ഷൻ ഒന്നും ആവശ്യമില്ല, അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഈ ടെക്നിക്കാണ് എന്ത്? ഇതാണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ അല്ലെങ്കിൽ കൺട്രോൾ ബൈ എക്സെപ്ഷൻ. This principle states that only major deviation from the standard should be reported to the top level management. എന്താണ് ഈ ടെക്നിക്ക് പറയുന്നത്? ഈ ടെക്നിക്ക് പറയുന്നത് മേജർ ഡീവിയേഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. This principle states that only major deviation from the standard should be reported to the top level management. സ്റ്റാൻഡേർഡിൽ നിന്നും ഡീവിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ ഡീവിയേഷൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ലെസ് ഡീവിയേഷൻ ഓർ സ്ലൈറ്റ് ഡീവിയേഷൻ ക്യാൻ ബി ഇഗ്നോർഡ്. നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ ചെറിയ ഡീവിയേഷൻസിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാം എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കൺട്രോൾ ബൈ എക്സെപ്ഷൻ. This idea is based on the concept an attempt to control everything results controlling nothing. ഈ ഒരു ടെക്നിക്ക് ഒരു സാധാരണയുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയയുടെ ബേസിലാണുള്ളത്. an attempt to control everything results controlling nothing. എല്ലാം കൺട്രോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന ഒരു ഐഡിയ ഉണ്ട്. an attempt to control everything.
സോ മൊട്ടുസൂചി മുതൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കൺട്രോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ആ ഐഡിയയുടെ ബേസിലാണ് ഈ രണ്ടാമത്തെ ടെക്നിക്ക് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ ആയി മക്കളെ? നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. അഞ്ചാമത്തെ സ്റ്റെപ്പ് ഇതാണ്, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. The last but most important step in the controlling process is taking corrective action. Corrective action consists of a curative as well as a preventive control measure to avoid deviation in the future. അടുത്ത മാസത്തിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ കണ്ടുപിടിച്ച ഡീവിയേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കറക്റ്റീവ് മെഷേഴ്സ്, ക്യൂറേറ്റീവ് മെഷേഴ്സിനെ വിളിക്കുന്ന പേരാണ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. ദ ലാസ്റ്റ് ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, അവസാനത്തതും പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് കറക്റ്റീവ് ആക്ഷൻ. കറക്റ്റീവ് ആക്ഷൻ കൺസിസ്റ്റ് ഓഫ് ക്യൂറേറ്റീവ് ആസ് വെൽ ആസ് പ്രിവെന്റീവ് കൺട്രോൾ ടു അവോയ്ഡ് ഡീവിയേഷൻ ഇൻ ദ ഫ്യൂച്ചർ. കറക്റ്റീവ് ആക്ഷൻ എന്താ വരുന്നത്? The curative action taken by the management to avoid deviation in the future. ഭാവിയിൽ ഉണ്ടാകുന്ന ഡീവിയേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കമ്പനി എടുക്കുന്ന ക്യൂറേറ്റീവ് മെഷേഴ്സിനെ വിളിക്കുന്ന പേരാണ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. എക്സാമ്പിൾ, ട്രെയിനിങ് ടു എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക. നമ്മുടെ ടാർഗറ്റ് നേടിയെടുക്കാത്തത് എംപ്ലോയീസിന് കൃത്യമായിട്ട് ജോലി ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. റീഫിക്സിങ് സ്റ്റാൻഡേർഡ്, ചില സമയത്ത് നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് വലുതായി പോകും, വലിയ സ്റ്റാൻഡേർഡാണ്. നമുക്ക് ഒരു കാരണവശാലും ചെറിയൊരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് തുടങ്ങി. സപ്പോസ് എ ബിസിനസ് മാൻ സ്റ്റാർട്ട് എ സോൾ ട്രേഡ് ആൻഡ് ഫിക്സ് ദ ടാർഗറ്റ് 25 crore, 25 കോടി രൂപ ടാർഗറ്റ് ഫിക്സ് ചെയ്താൽ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല, അത് നമ്മുടെ ഹൈറ്റ് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ചില കേസുകളിൽ നമ്മൾ സ്റ്റാൻഡേർഡ് റീഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ, നേരത്തെ പറഞ്ഞ ന്യൂ മെഷീൻ വാങ്ങിക്കുക എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ആണ്. അപ്പോൾ ടെക്നോളജി മാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുത്തുകൊണ്ട് കമ്പനിയുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് 5 സ്റ്റെപ്പുകളാണ്. ഏതിലുള്ള സ്റ്റെപ്പുകൾ? കൺട്രോളിങ്ങിലുള്ള സ്റ്റെപ്പുകൾ. 5 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ് ഡിഫറൻറ്റ് സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.